ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കിരണിനോട് രൂപയും ചന്ദ്രസേനും പറയുന്നുണ്ട്, നോക്ക് ഇതിന്റെ പേരിൽ ഗംഗപ്രസാദാണെന്ന് ശരിക്കും അറിവ് കിട്ടിയിട്ടില്ല. എന്തായാലും ഗംഗയാണെന്നുണ്ടെങ്കിൽ ഇനി സൂക്ഷിക്കണം. കാരണം ഈ അടുത്ത ടാർഗറ്റ് കാർത്തിക ലക്ഷ്മി അമ്മയായിരിക്കും. ഈ വിവാഹം മുടങ്ങിയെന്ന് അവൻ ഉറപ്പിച്ച സ്ഥിതിക്ക് കാർത്തിക ലക്ഷ്മി അമ്മ വളരെ വിഷമത്തിലായിരിക്കും അവനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടിയായിരിക്കും അവൻ നോക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇരുന്നോ അതുപോലെ തന്നെ ഇരിക്കണം. ഇനിയിപ്പോ പേടിക്കാൻ എന്ത് വേണ്ടി സംഭവിക്കണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഇറങ്ങാൻ പാടില്ല. കാർത്തിക് എടുത്തു ലക്ഷ്മി അമ്മ അടുത്ത് പറയണോട്ടോ മോനെ എന്നൊക്കെ രൂപ പറയാണ്. കിരൺ പറയണ്ട, ഞാൻ നോക്കിക്കോളാം അമ്മേ, ഞാൻ എല്ലാം നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവരും പുറകെ നടക്കാൻ പറ്റില്ലല്ലോ, ആ ഒരു പ്രശ്നമാണ്. അപ്പൊ ചന്ദ്രസേനൻ പറയണ്ട, എനിക്ക് സംശയം ഗംഗപ്രസാദൻ തന്നെയാണ്, അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും തന്നെയാ മോനെ എനിക്ക് തോന്നുന്നത് എന്ന് ചന്ദ്രസേനൻ പറയുമ്പോ കിരൺ പറയണ്ട, എനിക്കും ചെറിയ സംശയമൊക്കെ ഉണ്ടച്ചാ, എന്തായാലും നോക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. അല്ല മോനെ, നീ നേരെ ദിലീപിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ഇല്ലച്ചാ, ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോകുന്നുള്ളൂ. അതിനുശേഷം ദിലീപിനെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണോ വേണ്ടയോ എന്ന് നോക്കുള്ളൂ. കാരണം അവരുടെ സിറ്റുവേഷൻ എന്താണ്, ദിലീപിന്റെ അമ്മ അല്ലെങ്കിൽ തന്നെ ഇത് കല്യാണത്തിന് എതിരായിരുന്നല്ലോ. അപ്പൊ ഇതും കൂടി ആയതുകൊണ്ട് ഞങ്ങളൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുമോന്നും അറിയില്ലല്ലോ. ആദ്യം ഒന്ന് ദിലീപിനെ കാണട്ടെ, അതിനുശേഷം എന്താ ചെയ്യാച്ചാ എന്ന് വേണ്ടി കിരൺ അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ രൂപ പറയുന്നുണ്ട്, ചന്ദ്രേട്ട ഇനി ആ കല്യാണത്തിന് അവര് സമ്മതിക്കും. ചന്ദ്രേട്ട പറഞ്ഞത് കേട്ടില്ലേ, ദിലീപിന്റെ അമ്മക്ക് നേരത്തെ തന്നെ ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട്. കാരണം ഇത്രമാത്രം അപകടവും അതുപോലെ തന്നെ കൊലപാതകത്തിന്റെ ആ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ദിലീപിന്റെ അമ്മേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുമ്പോൾ ആരായാലും മടിക്കുമല്ലോ സ്വന്തം മോനെ കെട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനിയിപ്പോ ഈ കാരണം കൊണ്ട് അവരെങ്ങാനും ഈ വിവാഹം വേണ്ടെന്നെങ്ങാനും പറയോ എന്ന് രൂപ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രസേനൻ പറയണ്ട്, അവരങ്ങനെ പറയാതിരുന്നാ മതിയായിരുന്നു. കാരണം ദിലീപിനെ പോലത്തെ നല്ലൊരു പയ്യനെ കാർത്തികമാർക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. നല്ലൊരു പയ്യനെ, കാർത്തികക്ക് എന്തുകൊണ്ടും ചേരുന്ന ഒരു പയ്യനാണ്. ആ വിവാഹം മുടങ്ങാതിരുന്നാ മതിയായിരുന്നു എന്ന് ചന്ദ്രസേനനും പറയാട്ടോ. അതിനുശേഷമാണെങ്കിൽ കിരൺ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കല്യാണി, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയാലോ, ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ അവസ്ഥയൊക്കെ നോക്കാം എന്ന് പറയാണ്. കിരണേട്ട, ഞാൻ വരണം കല്യാണി, എന്നുവെച്ചാല് എനിക്ക് ഒറ്റക്ക് പോവാൻ പറ്റില്ല. ദിലീപിന്റെ മുഖം ഫേസ് ചെയ്യാനിട്ട് എനിക്ക് വയ്യ. അല്ല, കാർത്തിക ചേച്ചി വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കാർത്തിക ചേച്ചിനെ ഇപ്പൊ കൊണ്ടുപോണ്ട കല്യാണി, അറിയാലോ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന്. കാരണം ദിലീപിന്റെ അമ്മ എങ്ങനെയായിരിക്കും കാർത്തികനെ കണ്ട പ്രതികരിക്കണമെന്ന് പറയാൻ പറ്റില്ല. കാർത്തിക ചേച്ചി ആണെങ്കിൽ ഇപ്പൊ തന്നെ പറയാൻ തുടങ്ങി കിരണേട്ട, കാർത്തിക ചേച്ചിയുടെ ജാതകത്തിൽ വിവാഹമൊന്നും പറഞ്ഞിട്ടില്ല, അത് വിവാഹം നടത്താൻ ശ്രമിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെയാ കാർത്തിക ചേച്ചി പറയണത്. ഇനിയിപ്പോ എല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ. കാർത്തിക തന്നെ അങ്ങനെ പറഞ്ഞ എന്താ ചെയ്യാ, ഇത് കേൾക്കുന്ന ആരായാലും അങ്ങനെ തന്നെ പറയുള്ളൂ. പക്ഷെ നമ്മൾ അതിലൊന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ലല്ലോ കല്യാണി. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിയട്ടെ, ദിലീപിനോട്ടൊന്ന് കാര്യമായിട്ട് സംസാരിക്കാം. അവർക്ക് ഈ ബന്ധമായിട്ട് തുടർന്ന് പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കാം. നിർബന്ധിക്കുന്നു നമുക്ക് വേണ്ട കല്യാണി, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ കിരണും പറയാണ്. അതിനുശേഷം കിരൺ പറയണ്ട, എന്തായാലും ഈ ആഘോഷങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാം, എല്ലാം മാറ്റാനായിട്ട് ഞാൻ രതീഷിനോടും ഹരിയേട്ടനോടും വേലുവിനോടും പറഞ്ഞിട്ടുണ്ട്. അവര് പെട്ടെന്ന് തന്നെ ഇതൊക്കെ മാറ്റിക്കോളും. ഇതൊക്കെ കാണുമ്പോൾ കാർത്തിക ചേച്ചിക്കും അതുപോലെ തന്നെ ലക്ഷ്മിമ്മക്ക് വിഷമം കൂടെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് തന്നെ അഴിച്ചു മാറ്റിപ്പിക്കാം എന്ന് കിരൺ പറയുന്നുണ്ട്. കല്യാണി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയാണ്. അങ്ങനെ കിരണും കല്യാണിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദിലീപിനെ ഡോക്ടർ വിളിക്കുന്നുണ്ട് റൂമിലേക്ക്. ദിലീപിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛന ഇടയ്ക്ക് ശ്വാസം മുട്ടലെങ്ങാനും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല സർ, അച്ഛൻ അങ്ങനെ ശ്വാസം മുട്ടലും കാര്യങ്ങളൊന്നും ഇല്ല. പ്രഷറും ഷുഗറും ഒക്കെ ചെറുതായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ വലിയ പ്രശ്നമൊന്നും അച്ഛനില്ല എന്ന് പറയാണ്. പിന്നെ മുമ്പ് എപ്പോഴോ ചെറിയൊരു നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരുപാട് വർഷം മുമ്പാണ്. ഈ ഒരു 5-6 വർഷത്തിനിടയ്ക്ക് അച്ഛൻ അങ്ങനത്തെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അല്ല, വീട്ടിൽ എന്തെങ്കിലും വിഷമിക്കുന്ന കാര്യങ്ങളോ എന്തെങ്കിലും ടെൻഷനുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല ഡോക്ടർ, അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് ദിലീപ് പറയാണ്. എന്താ ഡോക്ടർ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോ എല്ലാം ആളുടെ ഇത് നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ ആദ്യം നമുക്ക് കാണുമ്പോ ചെറിയൊരു മൈനർ അറ്റാക്ക് ആണ്, സൈലന്റ് അറ്റാക്ക് ആണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ അത് അറ്റാക്ക് തന്നെയാണെന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ കാര്യമായിട്ടൊന്ന് നോക്കട്ടെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, അപ്പൊ അറിയാലോ. എന്തായാലും എന്റെ പരിശോധന എനിക്ക് മനസ്സിലായത് ഇത് സൈലന്റ് അറ്റാക്ക് ആവാനുള്ള ചാൻസ് കുറവാണ് എന്നിട്ട് ഈ ഡോക്ടർ കിരണോട് പറയാട്ടോ. കിരണല്ല, ദിലീപിനോട് പറയണം. അങ്ങനെ ദിലീപ് ഡോക്ടറിന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കിരണും കല്യാണിയും അവിടേക്ക് വരുന്നത്. കിരൺ പറഞ്ഞിട്ട് ദിലീപ് എന്ന് പറഞ്ഞിട്ട് ദിലീപ് പെട്ടെന്ന് തന്നെ കിരണിനെ കെട്ടിപ്പിടിക്കുകയാണ്. കിരൺ പറഞ്ഞിട്ട്, സമാധാനിക്ക് ദിലീപേ, നമ്മളുടെ ജീവിതമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഡോക്ടർ എന്താ പറയണെന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് ഇതൊരു സ്വാഭാവിക മരണം ആണെന്ന് ഡോക്ടർക്ക് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിന് കാരണം എന്താ ഡോക്ടർ പറഞ്ഞത്, അത് ആദ്യം
കാണുമ്പോൾ സൈലന്റ് അറ്റാക്ക് ആണെന്ന് തോന്നുന്നെങ്കിലും ശരിക്കും പരിശോധിച്ചപ്പോ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ റിപ്പോർട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമുക്കൊന്ന് ഡോക്ടർ ഒന്നും കൂടി കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് കിരണ് ദിലീപിനെ കൂട്ടിക്കൊണ്ട് വീണ്ടും ഡോക്ടർ റൂമിലേക്ക് കയറുവാട്ടോ. കിരൺ വീണ്ടും ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഈ ദിലീപിന്റെ അച്ഛനാ ശരിക്കും എന്ത് സംഭവിച്ചതാണ് ഡോക്ടർക്ക് തോന്നുന്നത്? ഞാൻ പറഞ്ഞല്ലോ കിരൺ, വേറൊന്നുമല്ല, ദിലീപിനോട് ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിരുന്നു. കാരണം സൈലന്റ് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിട്ടില്ല. അറ്റാക്ക് ആവാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ശ്വാസതടസ്സമാണ് കൂടുതലും കണ്ടേക്കുന്നത്. ശ്വാസതടസ്സമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ദിലീപ് പറയുന്നത്. അച്ഛൻ ഇതിനു മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്തോ നെഞ്ചുവേദനയും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ശ്വാസം മുട്ടലൊന്നും ഉണ്ടായിട്ടില്ലെന്ന ദിലീപിന്റെ വർത്തമാനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. പെട്ടെന്ന് ശ്വാസം മുട്ടലൊന്നും ഇല്ലാത്ത ആൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം മുട്ടൽ വന്ന് മരിക്കത്തൊന്നുമില്ല. അപ്പോ എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റിപ്പോർട്ട് വരുമ്പോഴേക്കും അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതെന്തോ ഒരു കൊലപാതക ശ്രമമാണെന്നാണ് ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾക്ക് ഡോക്ടർമാർക്ക് മനസ്സിലായത് എന്ന് പറയുമ്പോഴേക്കും കിരൺ ആകെ ഷോക്ക് ആവാട്ടോ. കിരണും ദിലീപും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദിലീപ് ചോദിക്കണ്ട്, കൊലപാതക ശ്രമമാണെങ്കിൽ അവൻ തന്നെ ആയിരിക്കുമല്ലേ ആള്, ആ ഗംഗപ്രസാദ്? അവൻ തന്നെ ആവാനാ ചാൻസ്. അല്ല, ദിലീപ് ഇന്നലെ ദിലീപിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോ അങ്ങനെ വീട്ടിലാരും വന്ന കാര്യങ്ങളും അമ്മയും അച്ഛനും പറഞ്ഞിരുന്നു? ഇല്ല, അങ്ങനെ ആരും വരുന്നതായിട്ട് പറഞ്ഞൊന്നുമില്ല അവര് എന്ന് പറയാണ്. അല്ല, അവിടെ ആരെങ്കിലും പണിക്കാരെ ആരെങ്കിലും വെച്ചിരുന്നോ? ഇല്ല, അറിയാവുന്ന കടയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അവര് തന്നെയാണ് വീട്ടിലേക്ക് കൊണ്ടു തരുകയും ചെയ്തത്. പിന്നെ അവൻ എങ്ങനെ അകത്ത് കയറുന്ന മനസ്സിലാകാത്തത്? റോഡരികിലേക്ക് പോലീസും അവനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കണ്ണുവെട്ടിച്ച് അവൻ എങ്ങനെ വന്നു എന്നറിയില്ല എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറഞ്ഞിട്ടുണ്ട്, അവൻ ഏത് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അതിൽ നുഴഞ്ഞു കയറുന്നവനാണെന്ന്. അവൻ തന്നെ ആവാനാ ചാൻസ്. അവസാനം എന്റെ അച്ഛന്റെ ജീവൻ എടുത്തല്ലോ സാറേ എന്ന് കിരണേട്ട എന്ന് പറഞ്ഞിട്ട് ദിലീപും കരയാട്ടോ. കല്യാണി വരുന്നുണ്ട്. എന്താ കിരണേട്ട, എന്താ ഡോക്ടർ പറയണത് എന്ന് ചോദിക്കുമ്പോ കിരൺ പറയണ്ട്, കല്യാണി ഇതൊരു കൊലപാതക ശ്രമമാണെന്ന് ഡോക്ടർക്ക് ഒരു സംശയമുണ്ട്. ഡോക്ടർക്ക് അങ്ങനെ സംശയം ഉണ്ടാവാൻ എന്താ കാരണം? അത് അറ്റാക്ക് ആവാൻ ചാൻസ് കുറവാണെന്നാ പറഞ്ഞത്. പിന്നെ ശ്വാസതടസ്സം നേരിട്ടിട്ടാണ് മരിച്ചതെന്നാ ഡോക്ടർമാര് പറയണത്. അങ്കിളിന് അങ്ങനെ ശ്വാസതടസ്സവും ശ്വാസമുട്ടലൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ്. പ്രഷറും ഷുഗറും സാധാരണ പ്രായമാകുമ്പോൾ അസുഖങ്ങൾ ഉണ്ടെന്നല്ലാതെ വേറെ കാര്യമായിട്ടുള്ള അസുഖങ്ങളും അങ്കിളിനില്ല. അപ്പൊ ഡോക്ടർമാർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് മരണത്തിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ്. പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കല്യാണി ചോദിക്കണ്ടേ, അപ്പൊ നമ്മൾ സംശയിച്ച പോലെ ഇനി ഗംഗപ്രസാദ് തന്നെ ആയിരിക്കും അല്ലേ കിരണേട്ടാ? ഒന്നും ഉറപ്പിച്ച് പറയാനായിട്ടില്ല കല്യാണി, റിപ്പോർട്ട് വരുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അഥവാ ഇതിന് പിന്നിൽ ഗംഗപ്രസാദ് ആണെങ്കിൽ കല്യാണി നോക്കിക്കോ, അവന് ആ ഒരു ദിവസത്തിൽ ഞാൻ അവനെ കണ്ടുപിടിക്കും. പിന്നീട് അവനെ ജീവിക്കാനുള്ള അവസരം ഞാൻ കൊടുക്കില്ല. നോക്കിക്കോ, അവൻ ഈ നഗരത്തിൽ എന്തായാലും ഈ നഗരത്തിൽ തന്നെ അവൻ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ അവനെ കണ്ടുപിടിച്ച് അവന്റെ അന്ത്യം കണ്ടിട്ടേ കല്യാണി വരത്തുള്ളൂ. കാരണം അവൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മുടെ പാവപ്പെട്ട കല്യാണിയുടെ അമ്മേനെ കൊന്നു. അവരെന്റെ അമ്മയും കൂടിയാണ് കല്യാണിയുടെ അമ്മ. അതുപോലെ തന്നെ കാട്ടിലെ പാവപ്പെട്ട മൂപ്പൻ, ദിലീപിന്റെ ഒന്നും അറിയാത്ത പാവ അച്ഛൻ, അങ്ങനെ എത്രയോ പാവങ്ങളുടെ ജീവന അവൻ എടുക്കാൻ നോക്കണത്. ഇനി അവനെ ജീവിക്കാൻ ഒരു അർഹതയില്ല. എന്തായാലും അവനെ കൊന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ കല്യാണി എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഗംഗപ്രസാദ് ആ നഗരത്തിൽ തന്നെയുണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് എവിടെയോ ഒരു മൂലക്കിരിപ്പുണ്ട്. കിരൺ അത് കണ്ടുപിടിക്കണതൊക്കെ ആയിട്ടാണ് പ്രൊമോയിൽ കാണിച്ചത്. ഇനി അത് രണ്ട് എപ്പിസോഡ് ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിച്ചതാണെന്നോ അറിയില്ല കേട്ടോ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.